ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം തുർക്കിയാണ്. ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് മാധ്യമങ്ങൾ പറയുന്നത് ഇനി ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുള്ള തുർക്കി തന്നെയാണ്. കാരണം ഇറാനെ പോലെ തന്നെ ഹമാസിന് വലിയ രീതിയിലുള്ള പിന്തുണ തുർക്കിയും കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല, ഹമാസിൻ്റെ പല പോരാളികൾക്കും അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. വേണ്ട ഫിനാൻഷ്യൽ പരമായ സൗകര്യങ്ങൾ, ആയുധങ്ങളൊക്കെ തുർക്കിയും സഹായിക്കാറുണ്ട്. ഓൾറെഡി ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെ സഹായിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും കയറി ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലെബനൻ ആയിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, അവിടെയൊക്കെ ആക്രമണം നടത്തി. അത് മാത്രമല്ല, ഇറാനിൽ ആക്രമണം നടത്തി. ഇറാനിൽ 3-5 വട്ടം തുടർച്ചയായി നടത്തി. പിന്നെ യുദ്ധസമാനമായ സാഹചര്യവും 2 മാസങ്ങൾക്ക് മുമ്പ് നാം കണ്ടതാണ്. ഇപ്പം നമ്മളെ ഏവരെ ഞെട്ടിച്ചു. ഖത്തറിലും അത് സംഭവിച്ചിരിക്കുന്നു. ഇനി സാധ്യതയുള്ള തുർക്കിയാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളെ പോലെ അല്ല തുർക്കിയുടെ കാര്യം. തുർക്കി ഒന്നാമത്തെ കാര്യം സാങ്കേതിക മേഖലയിൽ ഭയങ്കര അഡ്വാൻസ്. മറ്റു ഇസ്ലാമിക രാജ്യങ്ങളെ പോലെ അല്ല തുർക്കി എന്ന് പറയുന്നത്. കാരണം ഒന്നാമത് തുർക്കി ഒരു വികസിത രാഷ്ട്രമാണ്, വ്യാവസായവൽകൃത രാഷ്ട്രമാണ്, ഒരു സമ്പന്ന രാഷ്ട്രമാണ്. ടെക്നോളജിയിൽ, സാങ്കേതിക വിദ്യയിൽ യൂറോപ്പിനോട് കിടപിടിക്കുന്ന സൗകര്യങ്ങൾ അവിടെ എല്ലാ മേഖലയിലും ഉണ്ട്. ആർമിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേ വേണ്ട. അതുപോലെ തന്നെ അവരുടെ മിലിറ്ററി ബജറ്റ് വലിയ രീതിയിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറാനും ഇസ്രായേലും നടന്ന യുദ്ധം പോലെ ആയിരിക്കില്ല ഇസ്രായേൽ തുർക്കിനെ ആക്രമിച്ചാൽ. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വർഷങ്ങളായി, ഏകദേശം 40 വർഷത്തിന് മുകളിലായി അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പരിമിതമായ തദ്ദേശീയമായ സാങ്കേതിക വിദ്യ കൊണ്ടാണ് അവർ യുദ്ധം നേരിട്ടത്. അവരുടെ പല മേഖലകളിലും അവർ സോവിയറ്റ് യൂണിയൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് 1980-കളിൽ. കാരണം അവരുടെ വ്യോമയാന സേന പ്രോപ്പറല്ല, അതുപോലെ നാവികസേനയൊക്കെ അവർ കുറച്ച് മോഡേണൈസ്ഡ് അല്ല. പക്ഷേ അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യ കൊണ്ടാണ് അവർ പിടിച്ചത്. പക്ഷേ ഇസ്രായേൽ തുർക്കിനെ ആക്രമിക്കുക അങ്ങനെ അല്ല. ഇസ്രായേലിനേക്കാൾ ശക്തിയേറിയ, ചിലപ്പോൾ ബലാബല, അത് തന്നെ അമേരിക്കയെ പോലും നേരിടാത്തക്ക ഒരു കാലിബർ, അഡ്വാൻസ് ലെവൽ ടെക്നോളജി ഉള്ള രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് തുർക്കിയോട് അങ്ങനെ ചെയ്യുമ്പോൾ അത് വലിയ യുദ്ധത്തിലേക്ക് മാറും. അത് നീണ്ടു നിൽക്കുകയും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കുകയും ചെയ്യും. അതുകൂടാതെ തുർക്കി നാറ്റോ അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാറ്റോ അംഗത്തിലെ ഒരു രാജ്യത്തെ തൊട്ടാൽ അത് സ്വന്തം രാജ്യത്തിൻ്റെ ഭൂമിയിലേക്ക് ആക്രമിക്കുന്നതിന് തുല്യമെന്നാണ് അവരുടെ കരാറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങളും കൂടി ഇത് ഇടപെടേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ സുഹൃത്ത് രാജ്യമായ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അമേരിക്കയ്ക്കൊക്കെ ഒരു വല്ലാത്ത അവസ്ഥ ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ആക്രമണം വരാൻ ചാൻസ് ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മളെ ഇവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഖത്തറിൽ അവർ ആക്രമണം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് വേണേൽ തുർക്കിയിൽ അത് സംഭവിക്കാം. അത് മറ്റൊരു കാര്യം. വേറൊരു വിഷയം എന്ന് പറയുന്നത്, തുർക്കിക്ക് റഷ്യയുമായി നല്ല ബന്ധമുണ്ട്. റഷ്യയുമായി ഒരുപാട് തരത്തിലുള്ള സഹകരണം ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ചൈനയുമായി നല്ല ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ റഷ്യയിൽ നിന്നുള്ള പിന്തുണ, ചൈനയിൽ നിന്നുള്ള പിന്തുണ, അങ്ങനെ വലിയൊരു കുലുഷിതമായ രീതിയിലായിട്ടാണ് ഇത് പോകുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. നമുക്ക് കണ്ടറിയാം ഇനി എന്താണ് അന്താരാഷ്ട്ര ജിയോ പൊളിറ്റിക്സിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന്. ഇസ്രായേലിനെ ഇത് വലിയ നാശത്തിലേക്കാണോ എത്തിക്കുന്നത്, എന്തായാലും ലോകത്തിന് സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് കണ്ടറിയാം വരും ദിവസങ്ങളിൽ.